ഓം ശാന്തി. നമ്മുടെ മനസ്സെന്താണെന്ന് കണ്ടെത്തി, ബുദ്ധി നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലെ ബ്ലോക്കുകൾ എങ്ങനെയെല്ലാം ഇല്ലാതാക്കാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ കുറച്ച് വിശദമായി തന്നെ നമ്മൾ പഠിച്ചു. ഇന്ന് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. കാരണം നമ്മുടെ ഈ ചൈതന്യമായിരിക്കുന്ന ശക്തി, സചേതന ശക്തി, അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ ആയിക്കൊണ്ട് ആ ഊർജത്തെ നമ്മുടെ ശരീരത്തിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വെള്ള വെളിച്ചം, സൂര്യപ്രകാശം നമുക്ക് കാണുന്ന സമയത്തുള്ള വെള്ള വെളിച്ചം, അതിനെ ഒരു പ്രിസത്തിലൂടെ നമ്മൾ കടത്തി വിടുകയാണെന്നെങ്കിൽ അത് കടന്നു പോകുന്ന സമയത്ത് കാണുമ്പോഴുള്ള വെള്ള വെളിച്ചം അത് കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായിട്ട് അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും, മഴവില്ല് കാണും പോലെ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്കും അത് ആ സചേതനമായിരിക്കുന്ന ശക്തി അഥവാ ആത്മാ അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു വെള്ള വെളിച്ചം പോലെയാണ്. ആത്മാവിൻ്റെ ഉള്ളിൽ 7 ഗുണങ്ങളായിരിക്കുന്ന 7 ശക്തികളുണ്ട്. ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, കരുണ, ആനന്ദം അഥവാ സുഖം, ആനന്ദം എന്ന് പറയുന്നു. ഇങ്ങനെയുള്ളതായിരിക്കുന്ന 7 ഗുണങ്ങളുടെ ആധാരത്തിൽ നമ്മുടെ ശരീരത്തിലെ 7 ചക്രങ്ങളും ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ചക്രങ്ങളെല്ലാം ശുദ്ധീകരിച്ചുള്ളതായിട്ടുള്ള പെർഫെക്റ്റ് ബാലൻസ്ഡ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ശാരീരികവും മാനസികവുമായിക്കൊണ്ട് ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ട് ആരോഗ്യവാനും സന്തോഷവാനുമായിട്ട് നമുക്ക് കാണപ്പെടാൻ സാധിക്കും. അതേസമയം ഈ ചക്രങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തന്നെ ഊർജത്തിൻ്റെ കുറവ് കൊണ്ട്, എന്തുകൊണ്ടാണ് ചക്രം അത് ഡിസ്റ്റർബ്ഡ് ആവണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആധുനികമായിട്ടുള്ള ജീവിത രീതിയിൽ ആഹാരം അത് ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ മേലെ പൂർണ്ണമായിട്ടുള്ളൊരു കൺട്രോൾ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണമായിട്ടൊരു ബാലൻസ്ഡ് ആയിരിക്കുന്ന പേഴ്സണാലിറ്റിയാണ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ മേലെ നിയന്ത്രണം കൊണ്ടുവരാൻ ആഹാരത്തിൻ്റെ ശുദ്ധി അത്യധികം അനിവാര്യമായിരിക്കുന്ന ഘടകമാണ്. ഈ കാര്യം സിസ്റ്റർ പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രെയിനിങ് പീരീഡിൻ്റെ 21 ഡേയ്സ് നിങ്ങൾ പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു നോക്കൂ. എന്നിട്ട് വെജിറ്റേറിയൻ ഫുഡും, അതേസമയം വെജിറ്റേറിയൻ ഫുഡ് എന്ന് വെച്ചാൽ അർത്ഥം എങ്ങനെയോ കഴിക്കലല്ല, ആഹാരം ശരീരത്തിനെയും മനസ്സിനെയും ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്ന സമയവും ആഹാരം കഴിക്കുന്ന സമയവും അത് രണ്ടും വളരെയധികം പ്രാധാന്യമുള്ള ഘടകമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറില്ലേ, ഹോട്ടലിലെ ഫുഡിൽ ഇല്ലാത്തൊരു സാധനം നമ്മുടെ വീട്ടിലെ ഫുഡിൽ കിട്ടും. എന്താണെന്നറിയോ? സ്നേഹം എന്ന മസാല. ആ സ്നേഹം എന്ന മസാലയ്ക്കൊപ്പം ഈശ്വരൻ്റെ ഓർമ്മയാകുന്ന മസാല കൂടി നിങ്ങൾക്ക് ചേർക്കാൻ സാധിക്കുമെങ്കിൽ അത് കുറേയും കൂടെ എഫക്റ്റീവായിരിക്കുന്ന ഫുഡായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അഥവാ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന പ്രാർത്ഥനകൾ, നിങ്ങളുടെ പ്രാർത്ഥനയും വിശ്വാസവും ഏതാണെങ്കിൽ ആ രീതിയിലായാലും ഓക്കെ. എനിവേ, ഈശ്വരൻ്റെ സ്മൃതി ഏതെങ്കിലും രീതിയിൽ അതിൽ കലർത്തിക്കൊണ്ടാണ് നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നതെങ്കിൽ അത് കലർത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു മനസ്സിലെ പ്രതിഷ്ഠ ആരാണെങ്കിൽ അവരെ ഓർത്തുകൊണ്ട് ആഹാരം ഉണ്ടാക്കുക എന്നർത്ഥം. നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മൾ പഠിക്കുകയും ചെയ്യുകയും ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. പരമാത്മ കിരണങ്ങൾ അഥവാ ഭഗവാന്റെ പ്രകാശകിരണങ്ങൾ നമ്മുടെ ഭ്രൂമധ്യത്തിൽ നിന്ന് അതിൽ കലർന്നുകൊണ്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുമൊക്കെ സങ്കല്പിക്കും. അതിൽ ഹാപ്പിനെസ്സിൻ്റെ വൈബ്രേഷൻ നിറയുകയാണ്. കാരണം ഡൈജഷൻ സിസ്റ്റത്തിനെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഹാപ്പിനെസ്. ഗോൾഡൻ റേസ് അഥവാ യെല്ലോ റേസ്, ആ റേസ് കലർന്നുകൊണ്ട് ആഹാരം ഉണ്ടാക്കി അതിനെ ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുമെങ്കിൽ, ഞാൻ ഇന്നതേ നിങ്ങൾ ചെയ്യാവൂന്ന് ഒരിക്കലും പറയില്ല, എന്നിരുന്നാൽ പോലും ഇത്രയ്ക്ക് നിങ്ങളുടെ വീട്ടുകാരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ ഒരു ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാന്മാരിൽ ഒരാളാണ്. കാരണം 50% മനസ്സിനെ ശാന്തമാക്കാനുള്ളതായിരിക്കുന്ന ശക്തി നമ്മുടെ ആഹാരത്തിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചക്രങ്ങളെ ശുദ്ധീകരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും നമ്മുടെ കൺട്രോളിലാക്കാനുള്ളതായിരിക്കുന്ന നമ്മുടെ യാത്രയുടെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു 21 ദിവസം കഴിയുമെങ്കിൽ, നിർബന്ധം പറയില്ല, കഴിയുമെങ്കിൽ വെജിറ്റേറിയൻ ഫുഡാക്കിയാൽ അത് വളരെ നല്ലതാണ്. ഞാൻ കഴിക്കാറുള്ളത് വെജിറ്റേറിയനാണ്. നമ്മൾ ചെയ്യുന്ന പറയുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ശുദ്ധ ആഹാരം തീർച്ചയായിട്ടും മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ആരോഗ്യവും സന്തോഷവും തരുന്ന ഘടകമാണ്. അതുകൊണ്ട് ആഹാര വ്യവഹാരങ്ങളുടെ വെറൈറ്റി ആയിരിക്കുന്ന രീതികൾ കൊണ്ട്, മാംസാഹാരം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ദുഃഖം കൊടുക്കുന്ന സാധനമാണ്. കാരണം ഒരു ജീവി മരിക്കുമ്പോൾ അതിനോട് ഒരുപാട് പേടി ഉണ്ടായിരിക്കുമല്ലോ. മരണമാർക്കാണ്
ആർക്കാ ഭയമില്ലാത്ത? അതുകൊണ്ട് തന്നെ മരിക്കുന്ന സമയത്തുള്ള ഭയത്തോട് കൂടിയിട്ട് ഒരു ജീവി മരിക്കുമ്പോൾ അതിൻ്റെ ഓരോ കോശത്തിൻ്റെ ഉള്ളിലും ആ ഭയത്തിൻ്റെ വൈബ്രേഷൻ അതിൻ്റെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഭയം നിറഞ്ഞ ഫുഡ് കഴിക്കുമ്പോഴാണ് പക്ഷിപ്പനി, പശുപ്പനി ഇങ്ങനെയുള്ളതായിരിക്കുന്ന പലവിധ രോഗങ്ങളിലേക്ക് അത് പിന്നീട് മാറ്റും. താൽക്കാലികമായി കൊണ്ട് മനസ്സിൽ ആശങ്ക, ടെൻഷൻ, വറി, ഫിയർ ഇത്തരത്തിലായിട്ടുള്ള ഒരുപാട് ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കയറിക്കൂടാനുള്ള സാധ്യതയുണ്ട്. ശരീരത്തിന് അതൊരു ഫോറിൻ ബോഡി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് പലപ്പോഴും പലർക്കും വയറുവേദന മുതലായിട്ടുള്ള പല രോഗങ്ങൾക്കും അത് കാരണമായേക്കാം. അതുകൊണ്ട് ദ ബെസ്റ്റ് എപ്പോഴും വെജിറ്റേറിയൻ ഫുഡാണ്. അത് നിങ്ങളുടെ പ്രിഫറൻസ് എന്തോ നിങ്ങളുടെ, നമുക്ക് യാതൊരു നിർബന്ധമൊന്നിലും പറയില്ല. ഇനി രണ്ടാമത്, രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയം, പ്രഭാതത്തിൽ ഉണരുന്ന സമയം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മൾ ഇതിന് മുന്നുള്ളതായിരിക്കുന്ന വീഡിയോയിൽ എങ്ങനെയാണ് മോർണിംഗ് സെക്ഷൻ ഉണരേണ്ടത്, എങ്ങനെയാണ് ഉറങ്ങേണ്ടത്, ഉണരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെ, ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെ, ഉറങ്ങാൻ കിടക്കേണ്ടത് എങ്ങനെ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഒന്നും കൂടെ എടുത്ത് അത് പഠിച്ചു നോക്കുക. പെർഫെക്റ്റായിട്ട് നമ്മളത് ചെയ്തിരിക്കണം. പിന്നെ ഉറക്കം, ഉണർച്ച, രാത്രി ഓരോരോ ഘടകങ്ങൾ, ഇങ്ങനെ അശ്രദ്ധമായി കടന്നു പോകുന്ന ഓരോ ദിവസങ്ങൾ എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിലും വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചക്രങ്ങൾ പലപ്പോഴും ആക്റ്റീവ് ആകും, പലപ്പോഴും ഇനാക്റ്റീവ് ആകും. അപ്പം അതുകൊണ്ട് ഇനാക്റ്റീവായി പോകുന്നതായിരിക്കുന്ന ചക്രങ്ങളുടെ ഘടകത്തിൻ്റെ ആധാരത്തിലാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടതായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ പ്രസരണത്തിൻ്റെ പോയിന്റുകളിൽ ബ്ലോക്ക് വരും, അഥവാ അത് ക്രാഷ് ആവും. ഊർജ്ജ മണ്ഡലത്തിൻ്റെ ക്രാഷ് ആവുന്നതിനനുസരിച്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അതനുസരിച്ചുള്ള പല ഭാഗങ്ങളും പല രീതികളുടേതായിട്ടുള്ള എഫക്റ്റുകളും ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഭൗതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എക്സസൈസുകൾ, കുറച്ച് ചിന്തകൾ, കുറച്ച് ശ്രദ്ധ, ഇതൊക്കെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ചക്രങ്ങളെയൊക്കെ പൂർണ്ണമായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ബാലൻസ് നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആദ്യം ഞാൻ നിങ്ങൾക്ക് ചക്രങ്ങളെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. ഈ ശരീരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലതായിട്ടുള്ള ആത്മ ഊർജം അഥവാ സങ്കല്പശക്തി, ആ ശക്തി നമ്മുടെ മനസ്സിനുള്ളിലേക്ക് പ്രവഹിക്കുന്ന ഊർജത്തെ പ്രവഹിപ്പിക്കുന്ന സ്ഥാനങ്ങൾ, അതിൻ്റെ സ്ഥാനം കൃത്യമായി പറഞ്ഞാൽ ആജ്ഞാചക്രമാണ്. നമ്മളൊന്ന് സയൻറ്റിഫിക്കായി ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ശരീരത്തിൽ കാണുകയാണെങ്കിലും കേൾക്കുകയാണെങ്കിലും രുചിക്കുകയാണെങ്കിലും അഥവാ മണക്കുകയാണെങ്കിലും സ്പർശിക്കുകയാണെങ്കിലും ഇതെല്ലാ ഘടകങ്ങളും നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊക്കെയുള്ള സന്ദേശം, ഈവൻ സ്പർശിച്ചു എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ വിരലിൻ്റെ ഈ അറ്റത്തിനുള്ളതായിട്ടുള്ള മെസ്സേജ് നമ്മുടെ ഹൈപ്പോതലാമസിൻ്റെ ആരംഭ സ്ഥാനത്ത് പോയി അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരണം. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഞാൻ സ്പർശിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കണ്ടു എന്ന് പറയണമെങ്കിൽ സയൻസിൻ്റെ ഭാഷയിൽ പറയുന്ന പോലെ മുന്നിലൂടെ ഒരു വസ്തു കടന്നു പോയാൽ ആ ഒബ്ജക്റ്റിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു, ഇവിടെ കണ്ണിൽ വീഴുന്നു. ഇവിടെ നിന്നുള്ള സന്ദേശം ഇങ്ങോട്ട് പോയി എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും കാണുന്നില്ല. കാണണമെങ്കിൽ എന്ത് വേണ്ടി വരും, ഇവിടെ നിന്നുള്ള സന്ദേശം അവിടെ പോകണം, അവിടെ റിസീവ് ചെയ്യണം, തിരിച്ച് ഇങ്ങോട്ട് മെസ്സേജ് വരണം. അപ്പോഴാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്, ഞാൻ കണ്ടു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കാണണമെങ്കിൽ, കേൾക്കണമെങ്കിൽ, സ്പർശിക്കണമെങ്കിൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ആക്റ്റീവ് ആയതുകൊണ്ട് മാത്രം പോരാ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ ഇരുന്നതായിട്ടുള്ള എനർജിയുടെ സെൻസേഷൻ, അവിടേക്ക് നാഡീ സന്ദേശങ്ങൾ പറഞ്ഞേക്ക് റിട്ടേൺ അവിടെ വന്ന് അവിടെ പോയി അവിടെ നിന്ന് റിട്ടേൺ ഇങ്ങോട്ട് വരണം. എന്നാൽ മാത്രമാണ് ഈ എല്ലാ ആക്ടിവിറ്റിയും നടന്നതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മുന്നിൽ കൂടെ ആരെങ്കിലും കടന്നു പോകുന്നു, നിങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല, ആരോ കടന്നുപോയി, ഞാൻ കണ്ടില്ല, ആരോ പോയി നമ്മൾ പറയുന്നു. അപ്പോൾ ആക്ച്വൽ ആ ആക്ഷൻ നോക്കി നോക്കിയേ, ഒരു വസ്തു മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രകാശരശ്മികൾ അതിൽ തട്ടി അത് തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ കണ്ടില്ല? കാരണം കാണാനുള്ള കപ്പാസിറ്റി ജസ്റ്റ് നമ്മുടെ കണ്ണ് മാത്രമല്ല, അവിടെ ഇരിക്കുന്നതായിരിക്കുന്ന ഒരു സചേതന ശക്തിയുണ്ട്. ആ സചേതന ശക്തി ഒരു ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, ജീവൻ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് ജീവൻ വന്നു എന്ന് പറയും. ആ ശക്തി ഇതിന്ന് പോയാൽ നമ്മൾ മരിച്ചു എന്നും പറയുന്നു. അപ്പം ആ ശക്തി ഈ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന അതേ നിമിഷം തന്നെ ആ ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന എല്ലാ ചക്രങ്ങളും, അതിനെയാണ് ചക്രങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അതിൽ ഞാൻ താഴെ നിന്നോട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഏറ്റവും താഴെ, അതായത് നട്ടെല്ലിൻ്റെ ഏറ്റവും
അറ്റത്തുള്ളതായിരിക്കുന്ന സ്ഥാനം അതിന് മൂലധാര ചക്രം എന്നാണ് വിശേഷിപ്പിക്കുക. ആ മൂലധാര ചക്രമാണ് നമ്മുടെ ശരീരത്തിലെ ഭൂമിയുടെ ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കുന്ന സാധനം. ആ ചക്രം അഥവാ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് ക്ഷീണം, അലസത, നിൽക്കാൻ വയ്യായി തോന്നുക, കാര്യങ്ങൾ ചെയ്യാനുള്ള ഉന്മേഷം, ഉത്സാഹം ഇല്ലാതിരിക്കുക, മനസ്സിനാകെ അസ്വസ്ഥത ഫീൽ ചെയ്യുക, നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര എനർജറ്റിക് ആവാതിരിക്കുക, ഇങ്ങനെയുള്ളതായിട്ട് ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. മനസ്സിലാണെങ്കിൽ മൂഡ് ഓഫ് ആവുക, ഇറിറ്റേറ്റഡ് ആവുക, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മൂലധാര ചക്രം ആക്റ്റീവ് ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അടുത്ത സ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നടുവേദന അനുഭവിക്കുന്ന സ്ഥാനം. നട്ടെല്ലിൻ്റെ അറ്റത്ത് നിന്ന് മൂലധാര ചക്രത്തിന് അധികം ദൂരമൊന്നുമില്ല, ഒരു 2-2.5 ഇഞ്ച് ഹൈറ്റേ ഉണ്ടാവുള്ളൂ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ. അവിടെ നമുക്ക് നടുവേദന അനുഭവിക്കുന്ന സ്ഥാനം അതാണ് ശരിക്കും. അതിൻ്റെ പേര് നമ്മൾ പറയുന്നത് സ്വാധിഷ്ഠാന ചക്രം എന്നാണ് അതിന് പറയുക. നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റിവിറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് ആ ചക്രത്തിലാണ്. അതിൻ്റെ കുറച്ച് മുകളിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നാഭിയിൽ നിന്ന് നട്ടലിലേക്ക് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് വരുന്ന സ്ഥാനം, അവിടെയാണ് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ മണിപൂരക ചക്രം അഥവാ നാഭീചക്രം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നട്ടലിലേക്ക് ഒരു വര വരച്ചാൽ അത് ചെന്ന് സ്പർശിക്കുന്നതായിരിക്കുന്ന സ്ഥാനം. ഞാൻ നിങ്ങളുടെ അടുത്തത് പറഞ്ഞു തരുന്ന സമയത്ത് ഒപ്പത്തിനൊപ്പം നിങ്ങൾക്ക് മനസ്സുകൊണ്ട് എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അഥവാ നിങ്ങളൊന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ആ സ്ഥാനത്തേക്ക് നമ്മുടെ നട്ടെല്ലാ പൊസിഷനിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ ആ ഒരു ചക്രത്തിൻ്റെ സ്ഥാനത്ത് ശരിക്കും ഒരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഏതോ ഒരു പ്രകമ്പനം പോലെ, എന്തോ ഒന്ന് ടച്ച് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത് നമ്മുടെ തലയും കഴുത്തും കൂടി ചേരുന്ന സ്ഥാനം വിശുദ്ധ ചക്രം എന്ന് പറയും. അവിടെ നിന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കുള്ളതായിട്ടുള്ള, അതായത് തൊണ്ട, നമ്മുടെ ശ്വസനേന്ദ്രിയങ്ങൾ, ഈ ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ളതായിരിക്കുന്ന ഊർജ്ജം നമുക്ക് ആ സ്ഥാനത്ത് നിന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇത്തരത്തിലാണ് നമ്മുടെ ശരീരത്തിലെ സ്ഥാനങ്ങൾ. ഇനി ഏറ്റവും മുകളിലെ ചക്രം, അതിൻ്റെ പേര് ആജ്ഞാചക്രം എന്നാണ് പറയുക. അതായത് നിങ്ങളുടെ ഈ സ്ഥാനത്ത് നിന്ന് ഒരു 2.5 ഇഞ്ചോളം ഉള്ളിലായിട്ട് വരും. നമ്മുടെ തലയുടെ ഈ സ്ഥാനത്ത് നിന്ന് നമ്മൾ ശിരസിൽ എന്താ പറയുക, തൊടുന്ന സമയത്ത് രാസ്നാദി പൊടിയൊക്കെ ഇടുക എന്നൊക്കെ പറയില്ലേ നമ്മുടെ അമ്മമാർ, നിങ്ങൾക്ക് കോൾഡൊക്കെ വരാതിരിക്കാനുള്ള സ്ഥാനം. ശരിക്കും ഇവിടെ നിന്ന് ഇതായി ഇങ്ങനെ വിരൽ വെച്ചാൽ ഈ സ്ഥാനം കൃത്യമായിട്ട് വരും. ഇവിടെ നിന്നും രണ്ടും ഓരോ സൂചി ഇറക്കുകയാണെങ്കിൽ അത് 90 ഡിഗ്രിയിൽ കൂട്ടിമുട്ടുന്ന സ്ഥാനമായിട്ട് വരും. അവിടെയാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ മുഴുവൻ കൺട്രോളിങ് പവറായിരിക്കുന്ന ആ ഒരു എനർജി സ്ഥിതി ചെയ്യുന്നതും. അതിലൂടെയാണ് ശരീരത്തിലേക്ക് വേണ്ടതായിരിക്കുന്ന പ്രവാഹവും ഓർഡറും ഒക്കെ പോകുന്നത്. അതുകൊണ്ടാണ് ഫിസിക്കൽ ആക്ടിവിറ്റി നോക്കിയാലും ഇതാണ് എല്ലാ ആജ്ഞകളും പുറപ്പെടുന്ന സ്ഥാനം. ആത്മീയമായിട്ടുള്ള അവസ്ഥ നോക്കിയാൽ, അഥവാ സട്ടിൽ എനർജിയുടെ ട്രാൻസ്മിഷൻ നോക്കിയാലും ഇവിടെ നിന്നാണ് ഈ ശരീരത്തിലേക്ക് വേണ്ടതായിരിക്കുന്ന ഊർജ്ജത്തെ മുഴുവൻ പ്രസരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റിയുടെയും മെയിൻ ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നട്ടെല്ലിൻ്റെ ഏറ്റവും അറ്റത്തെ സ്ഥാനം മൂലധാര ചക്രം എന്ന് പറയും. നമുക്ക് നടുവേദന അനുഭവപ്പെടുന്ന സ്ഥാനം അതിന് സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയും. നാഭിയിൽ നിന്ന് നട്ടലിൻ്റെക്ക് ഒരു വര വരച്ചാൽ തൊടുന്നതായിട്ടുള്ള സ്ഥാനം അതിന് നാഭീചക്രം അഥവാ മണിപൂരകം എന്ന് പറയും. ഹൃദയത്തിൽ നിന്ന് നട്ടലിലേക്ക് ഒരു വര വരച്ചാലായിട്ട് അത് സ്പർശിക്കുന്നതായിരിക്കുന്ന സ്ഥാനം അതിന് അനാഹത ചക്രം എന്ന് പറയും. പിന്നെ നമ്മുടെ കഴുത്തിൽ ബ്രെയിൻ സ്റ്റെം കൂടി ചേരുന്നതായിട്ടുള്ള സ്ഥാനം അതിന് വിശുദ്ധ ചക്രം എന്ന് പറയും. പിന്നെ നമ്മുടെ ഈ തിലകം ചാർത്തുന്ന ഇരുപുരികങ്ങൾക്ക് മധ്യത്തിലുള്ള ഭ്രൂമധ്യത്തിൽ നിന്ന് ഉള്ളിലേക്കുള്ളതായിട്ടുള്ള സ്ഥാനം അതിനെ ആജ്ഞാചക്രം എന്ന് വിശേഷിപ്പിക്കും. ഇതാണ് നമ്മുടെ ശരീരത്തിലെ ചക്രങ്ങൾ. ഇതിൽ ഓരോ ചക്രവും എത്രത്തോളം ബാലൻസ്ഡ് ആണോ അതിൻ്റെ ആധാരത്തിൽ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം പരസ്പരം റിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ ഓരോ ചക്രങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ടെക്നിക്ക് അഥവാ ദിവസമാണ് നമ്മുടെ ഇന്നത്തെ. ഒന്നാമത്തെ ചക്രത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. മൂലധാര ചക്രം എന്നാണ് പറയുക. റെഡ് കളർ, അതായത് ഈ ലൈറ്റ് അഥവാ ആത്മ, അത് വെളുത്ത ഒരു നക്ഷത്രം പോലെ അഥവാ സൂക്ഷ്മ പ്രകാശം, അത് ഈ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതോടുകൂടി അതിൻ്റെ വയലറ്റ്, ആജ്ഞാചക്രത്തിൽ ആ വയലറ്റ് തൊട്ട് താഴേക്ക് ഇങ്ങനെ പ്രവഹിക്കുകയായിരിക്കും. ഏറ്റവും അറ്റത്ത് മൂലധാര ചക്രം അത് ചുവന്ന കളറിലാണ്. അതായത് ആ നമ്മുടെ മഴവില്ലിൻ്റെ വർണ്ണം നോക്കുമ്പോൾ അത് വയലറ്റ് തൊട്ട് നോക്കി ഏറ്റവും അറ്റത്ത് റെഡ് കളർ. അപ്പോൾ മൂലധാര ചക്രം ശരിക്കും ആ റെഡ് കളറിലാണ് അതിൻ്റെ അവിടെ എനർജിയുടെ ലൈറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. അതെങ്ങനെ ഉണ്ടാവും നോക്കിയാൽ നമ്മുടെ അന്തർനേത്രം കൊണ്ട് കാണുമ്പോൾ അത് നിരന്തരമായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും കാണാൻ സാധിക്കും. 3 to 5 ടൈമിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ആ വിശേഷമായിരിക്കുന്ന
ആ അന്തർനേത്രത്തെ തുറന്നു തരാനായിട്ട് നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് കാണാനുള്ളതായിരിക്കുന്ന സിദ്ധി ലഭിക്കുമെന്ന് വിചാരിക്കുക. കണ്ടീഷൻ പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ അഥവാ അമൃതവേളയിൽ 3 മുതൽ 5 വരെയുള്ള സമയം മെഡിറ്റേഷനും ആത്മീയ കാര്യത്തിനും വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കാമെങ്കിൽ നിങ്ങളുടെ അന്തർനേത്രം ഓപ്പൺ ആവും. ആ നേത്രത്തിലൂടെ നിങ്ങൾക്കും കാണാൻ സാധിക്കും. ശരിക്കും ഒരു ചക്രം പോലെ ഒരു ചെറിയ ഒരു നക്ഷത്രം ഇങ്ങനെ തിളങ്ങും പോലെ, വെറുതെ തിളങ്ങുക എന്നല്ല, എന്താ പറയുക, കിരണങ്ങൾ പൊഴിച്ചുകൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും പോലെ ആ സ്ഥാനത്ത് കറക്റ്റായിട്ട് റെഡ് കളറുള്ളതായിട്ടുള്ള ഒരു ഊർജ്ജത്തിൻ്റെ ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ഈ ക്രില്യൻ ക്യാമറയിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത്തരത്തിൽ അതിൻ്റെ എല്ലാം മിക്സ്ഡ് ആയിരിക്കുന്ന നമ്മുടെ ഓറ ചുറ്റും ശരീരത്തിൻ്റെ ചുറ്റുള്ള പ്രഭാമണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ ഈ 7 ചക്രങ്ങളിലെയും എനർജിയുടെ മിക്സ്ഡ് ആയിരിക്കുന്ന സ്റ്റാറ്റസാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ചുവന്ന നിറത്തിൽ അതിൻ്റെ സൂക്ഷ്മമായിരിക്കുന്ന ഊർജ്ജം ഈ ശരീരത്തിന് ശക്തി എന്നതായിരിക്കുന്ന വാല്യൂ മീൻസ് ഓൾമോസ്റ്റ് നമ്മുടെ ശരീരത്തിലെ മസിലിനും അതുപോലെ തന്നെ സ്കെലിറ്റിനൊക്കെ പവർ കൊടുക്കുന്നതിൻ്റെ ആധാരം ഇത്തരം സങ്കല്പം തന്നെയാണ് നമുക്ക് ആരംഭിക്കുന്നത്. അതുകൊണ്ട് മൂലധാര ചക്രത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിൻ്റെ ആരംഭം ഉണ്ടാവുന്നത്. ഭൂമി തത്വവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട ഒന്നാണ് നമ്മുടെ മൂലധാര ചക്രം. അഥവാ നിങ്ങളുടെ മൂലധാര ചക്രം പ്രോപ്പറായിട്ട് ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണവും അസ്വസ്ഥതയും എന്നുവെച്ചാൽ ഈ ശരീരത്തിൻ്റെ മേജറായിരിക്കുന്നത് ഭൂമി തന്നെയാണല്ലോ. ഭൂമി തത്വം നിങ്ങളടുത്ത് ഡിസ്റ്റർബ്ഡ് ആവും എന്നർത്ഥം. നിങ്ങൾക്ക് ക്ഷീണം തോന്നും, ആഹാരം കഴിച്ചാലും മതിയാവാത്ത പോലെ, അല്ലെങ്കിൽ കഴിക്കാൻ തോന്നാത്ത പോലെ, ഇങ്ങനെ നിരവധി രീതിയിൽ ആലസ്യവും മനസ്സിന് ഡിസ്റ്റർബൻസും ഒക്കെ തോന്നാൻ തുടങ്ങും. അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഒരു ഈസിയസ്റ്റ് മെത്തേഡ്, ഒരു 10 മിനിറ്റ് സമയം, മിനിമം ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾ വെറും മണ്ണിൽ, അതായത് ടാറിട്ട റോട്ടിലല്ല, ടൈലിലല്ല ഞാൻ പറയുന്നത്, നിലത്തുള്ളതായിരിക്കുന്ന മണ്ണിൽ നിങ്ങളുടെ ചെരുപ്പില്ലാത്ത കാലുകൊണ്ട് നടക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇരിക്കാൻ കഴിയുമെങ്കിൽ, ചമ്രം പടിഞ്ഞ് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ മണ്ണിൽ വെറും ഒരു വിരിപ്പ് മാത്രം ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇരിക്കുക. നിർബന്ധമായിട്ടും നിലത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ ദ ബെസ്റ്റ്. ആ സമയത്ത് നമ്മുടെ ചക്രത്തിൻ്റെതായിട്ടുള്ള ഭൂമിയുമായിട്ടുള്ള സമ്പർക്കം നിങ്ങളുടെ ആ ചക്രത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഒന്ന് ഭൂമിയുമായിട്ടുള്ള ബാലൻസിങ്, മറ്റൊന്ന് പണ്ടത്തെ രീതി നമ്മൾ ഓർക്കുന്നുണ്ടോ, വീട്ടിലെല്ലാവരും നമ്മൾ നിലത്തിരുന്നിട്ടാണ് ഊണ് കഴിക്കുമായിരുന്നത്. ഇത് ശരിക്കും ആ ചമ്രം പടിഞ്ഞിരിക്കുന്ന സമയത്ത് ആ മൂലധാര ചക്രം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ വികസിക്കാനും ഭൂമിയുമായിട്ടുള്ള അതിൻ്റെ ബന്ധത്തിന് നിലനിർത്താനും ഒരു ദിവസത്തിൽ ഓരോ പ്രാവശ്യം ആഹാരം കഴിക്കാനും നിലത്തിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി പോസ്ചർ കൊണ്ട് നമുക്കത് ഈസി ആയിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കാലിന് വേദനയൊന്നും ഇല്ല, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു നല്ല വിദ്യയാണ്. നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നിട്ട് എന്തെങ്കിലും വായിക്കുക, എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 10 മിനിറ്റ്സ് ടൈം കേട്ടോ. മെഡിറ്റേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള സമയം നിലത്തിരുന്നാലും എന്നാൽ ഭൂമിയായിട്ട് അത്ര നേരം സമ്പർക്കാവില്ലെന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ എനർജി അതിലേക്ക് എർത്ത് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ചെയ്യരുത്. പക്ഷേ 10 മിനിറ്റ് സമയം നിങ്ങൾ അഥവാ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 20 മിനിറ്റ് സമയം, അത് ശരിക്കും കാലിനൊരു അക്യുപഞ്ചർ കൂടിയാണ്. ചെരുപ്പില്ലാതെ മണ്ണിൽ നടക്കാൻ സാധിക്കുമെങ്കിൽ. ഇന്നത്തെ ആധുനിക ലോകത്ത് എനിക്ക് ചിരി വരും. പലപ്പോഴും ചേറിൽ നടക്കുക, മണ്ണിൽ നടക്കുക, മണലിൽ നടക്കുക, വെള്ളത്തിൽ നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെൽത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. വലിയ വലിയ സിറ്റീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആദ്യം നടക്കുന്ന സമയത്ത് സൂര്യപ്രകാശം നേരിട്ടുള്ള സ്ഥലത്ത് നടക്കാം, അത് കഴിഞ്ഞാൽ മണലിൽ കൂടെ നടക്കുക, അത് കഴിഞ്ഞാൽ ചരലിൽ കൂടെ നടക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ ചളിയിൽ നടക്കുക, പിന്നെ വെള്ളത്തിൽ നടക്കുക, അതും കഴിഞ്ഞ് പുറത്തെത്തുന്ന സമയത്ത് സ്റ്റീം ബാത്ത്, ഇങ്ങനെ സെറ്റ് ചെയ്തതായിട്ടുള്ള 1-2 സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടു. എന്താ ചെയ്യുക, ജീവിതം മാറിപ്പോയല്ലോ മനുഷ്യന്മാരുടെ. അപ്പം അതുകൊണ്ട് എന്തായാലും മണ്ണിൽ നടക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന പല രീതികളും. പിന്നെ രാവിലെ സമയത്ത് കുറച്ച് സമയം വ്യായാമം നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ എല്ലാ എനർജിയും വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നടക്കാൻ പോകുന്നെങ്കിൽ പുറത്ത് മണ്ണിൽ നടക്കാനായിട്ട് ശ്രമിക്കുക. അല്ല എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കപാലഭാതി പ്രാണായാമം നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അത് സാധാരണ മിനിമം കൗണ്ട് പറയുകയാണെങ്കിൽ പുരുഷന്മാർക്ക് 300, സ്ത്രീകൾക്ക് 200 വേണം. എങ്ങനെയാണ് കപാലഭാതി പ്രാണായാമം എന്നല്ലേ? ഒരു കാര്യം ചെയ്യേണ്ടത്, ആദ്യം നന്നായിട്ട് ശ്വാസത്തിനകത്തേക്ക് എടുക്കുക. ഇങ്ങനെ അകത്തേക്ക് എടുക്കുക, നിറയ്ക്കുക, ഉള്ളിൽ പുറത്തേക്ക് പൂർണ്ണമായിട്ടും വിടുക. നമ്മുടെ അകത്തേക്ക് എടുക്കുന്ന സമയത്ത് ശ്വാസഗതി കൃത്യമായിരിക്കണം. അതായത് അകത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ വയറ് പുറത്തേക്ക് വീർക്കണം, പുറത്തേക്ക് വിടുന്ന സമയത്ത് ആ വയറ് ചുങ്ങണം. ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ പൂർണ്ണമായിട്ട് പുറത്തേക്ക് മാത്രം, അകത്തേക്ക് എടുക്കാതെ പുറത്തേക്ക് മാത്രം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ വായു നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടാവും. ഡോണ്ട് വറി. പക്ഷെ ഇങ്ങനെ ചെയ്യരുത്.
ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം തെറ്റായ കപാലഭാതിയാണ്. അത് നിങ്ങൾ അവസാനം വരെ, അതായത് മൂലധാര ചക്രം വരെ എനർജിയെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോവില്ല. അതുകൊണ്ട് ഈ രീതിയിൽ കപാലഭാതി പ്രാണായാമം ഓരോന്ന് ചെയ്യുമ്പോഴും 1 സെക്കൻഡാണ് ഒന്നിന്ന് മറ്റൊന്നിലേക്കുള്ളതായിട്ട് ഇടവേള. അതുകൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഈ ഒരു ഗ്യാപ്പിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ 1 മുതൽ 60 വരെ എണ്ണ. 60 വരെ ഒന്നും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. ആദ്യം 20, 25 പതുക്കെ നമ്മുടെ ശ്വാസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കൗണ്ട് കൂടും. അതനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് 300 വരെയൊക്കെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റിയേക്കാം. ചെയ്താൽ ഗുഡ്. അല്ലെങ്കിൽ 60 സെക്കൻഡ് 60 എണ്ണം എടുത്താൽ 1 മിനിറ്റ് ചെയ്തു, ഒരു ഗ്യാപ്പ് ഇടുക. അത് കഴിഞ്ഞ ശേഷം വീണ്ടും 60 എണ്ണം ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ഗ്യാപ്പ് ഇടുക. പിന്നെ 60 എണ്ണം ചെയ്യുക. പിന്നെ ഗ്യാപ്പ് ഇടുക. പിന്നെ ഒരു 60 എണ്ണം ചെയ്യുക. അങ്ങനെ എണ്ണിയിട്ട് ഒരു 200 വരെയെങ്കിലും സാധാരണ ലേഡീസ് ചെയ്യണം. പുരുഷന്മാരാണെങ്കിൽ മിനിമം 300 ചെയ്യണം. ഫിസിക്കൽ എനർജിയുടെ വ്യത്യാസം അനുസരിച്ചാണ് രണ്ടും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മൂലധാര ചക്രത്തിൽ, അതും ചെയ്യുന്ന സമയത്ത് ഇനി ഈവൻ നിങ്ങൾക്ക് നിലത്തിരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും കഴിയുന്നത്ര കാലും മടക്കിയിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഒരു സീറ്റ് ഏതാണെങ്കിലും അവിടെ ഇരിക്കുമ്പോൾ ചമ്രം പടിഞ്ഞിരിക്കാനെങ്കിലും സാധിച്ചാൽ, ഇതിൻ്റെ പെർഫെക്റ്റായിട്ട് ആചാര്യന്മാർ പറയുന്നത് ഇത് പത്മാസനത്തിലിരുന്ന് ചെയ്യണം എന്നൊക്കെയാണ്. അതൊന്നും നമുക്ക് എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. പറ്റിയാലും ഓക്കെ, നിങ്ങൾ ചെയ്തോളൂ. അറ്റ്ലീസ്റ്റ് സുഖാസനത്തെങ്കിലും ഇരുന്നിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ആ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒപ്പം തന്നെ ഞാൻ ഈ ശരീരത്തിലെ ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി, മൂലധാര ചക്രം ഇംബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കും. അതുകൊണ്ട് ആ ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഈശ്വരൻ്റെ പുത്രനാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഈശ്വരൻ എൻ്റെ രക്ഷകനാണ്. എന്താ പറയേണ്ടത്? ഞാൻ ഈശ്വരൻ്റെ പുത്രനാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഈശ്വരൻ എൻ്റെ രക്ഷകനാണ്. അഫർമേഷൻ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. ഒന്ന്, ഞാൻ ഈശ്വരൻ്റെ പുത്രനാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഭഗവാൻ എൻ്റെ രക്ഷകനാണ്. കാരണം ഇന്നത്തെ ലോകത്തിൻ്റെ ജീവിതശൈലി അനുസരിച്ച് എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ളതായിട്ടുള്ള ഭയം നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ അത് ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ആയിക്കൊണ്ട് നമ്മുടെ വ്യാവഹാരത്തിലൊക്കെ പുറത്തു വരും. ഒറ്റപ്പെടൽ തോന്നുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഒപ്പമാണെങ്കിൽ പോലും ആരും എന്നെ കെയർ ചെയ്യില്ല, ആരും എന്നെ നോക്കുന്നില്ല, ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ളതായിരിക്കുന്ന നെഗറ്റീവ് ഫീലിങ്സ് കൊണ്ട് നമ്മൾ ഇമോഷണലി വീക്കായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന് നമ്മൾ ചെയ്യേണ്ട അഫർമേഷൻ, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണ്, ഭഗവാൻ എൻ്റെ രക്ഷകനാണ് എന്ന്. അപ്പം ഇത്തരത്തിൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ക്ഷീണം തോന്നുന്നു, അല്ലെങ്കിൽ ശാരീരികമായിരിക്കുന്ന ഡിസ്റ്റർബൻസ് കൊണ്ടോ മാനസികമായ ഡിസ്റ്റർബൻസ് കൊണ്ടോ നമ്മുടെ മൂലധാര ചക്രം ഇംബാലൻസ്ഡ് ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ ബാലൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ കാര്യത്തിന് നിങ്ങൾ ചെയ്യണം. നമ്മളിതിൻ്റെ എൻഡിൽ ഇതിന് വേണ്ടി മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ അതിൽ ഓരോന്നിൻ്റെയും അഫർമേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഇതിനൊരു ഡിസ്റ്റർബൻസ് തോന്നുന്നു അപ്പോഴൊക്കെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ട് നമുക്കിനി മെഡിറ്റേഷൻ സെഷനിലേക്ക് ഇരിക്കാം. ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ബ്ലോക്കുകളും ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ ഡ്രീമിനെ സ്ക്രിപ്റ്റ് ചെയ്ത പോലെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വണ്ടർഫുള്ളായിരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളിന്ന് ചേഞ്ച് ആവുകയാണ്. നിങ്ങളിന്ന് ഇപ്പോൾ ക്ലാസ്സിൽ കേട്ട പോലെ ആദ്യം നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ നമ്മുടെ മെഡിറ്റേഷൻ റൂമിലേക്ക് എൻ്റർ ചെയ്തിരിക്കണം. അവിടെ ഒന്നുകിൽ കസേരയിൽ അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ നട്ടെല്ല് നിവർന്ന് ഒന്നുകിൽ ചമ്രം പടിഞ്ഞോ അല്ലെങ്കിൽ കസേരയിലോ പൂർണ്ണമായും നട്ടെല്ല് നിവർന്ന് നിൽക്കണം. കൈകളെ ധ്യാനമുദ്രയിൽ കാലിൽ വിശ്രമിക്കുന്ന അവസ്ഥയിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. ശ്രദ്ധ പതുക്കെ പതുക്കെ നമ്മുടെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവരണം. ഒറ്റത്തവണ, ആദ്യം ഒരു 3 തവണ നന്നായി ശ്വാസം വലിച്ചു വിടുക. പതുക്കെ ശ്രദ്ധയെ കാലിൻ്റെ പെരുവിരൽ മുതൽ കാൽപാദങ്ങളിലൂടെ കാൽമുട്ട് വരെയുള്ള ഭാഗം
അരവരെയുള്ള ഭാഗം, പുറം, നെഞ്ച്, ഷോൾഡർ, 2 കൈകളുടെയും വിരലുവരെയുള്ള ഭാഗങ്ങൾ, കഴുത്തിലെ മസിലുകൾ, മുഖം, തല, പൂർണ്ണമായും ശരീരത്തെ റിലാക്സ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയാലും നമ്മുടെ എല്ലാ ചക്രങ്ങളുടെയും സ്ഥാനത്തേക്ക് പതുക്കെ പതുക്കെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഏറ്റവും മേലെ ശിരോചക്രം, ഇരുപുരികങ്ങൾക്കും മധ്യത്തിലൂടെ അകത്തേക്കുള്ള ഓപ്പണിംഗ്, ആജ്ഞാചക്രം, വിശുദ്ധ ചക്രം, അനാഹത ചക്രം, നാഭീചക്രം, സ്വാധിഷ്ഠാന ചക്രം, മൂലധാര ചക്രം. നമ്മുടെ മനസ്സുകൊണ്ട് സ്പർശിക്കുമ്പോൾ തന്നെ ഈ സ്ഥാനങ്ങളിലെ പ്രകമ്പനങ്ങളെ അനുഭവം ചെയ്തു നോക്കിയാലോ. പതുക്കെ സർവശക്തനായ ഭഗവാനെ നമ്മുടെ തലയ്ക്ക് മേലെ പ്രത്യക്ഷനായതായി അകക്കണ്ണുകൊണ്ട് കണ്ടാലും, ഒരു പ്രിസത്തിലൂടെ വെള്ള വെളിച്ചം കടന്നു പോകുമ്പോൾ സപ്തവർണ്ണങ്ങളാകുന്നതുപോലെ ആത്മചൈതന്യം ഈ ശരീരമാകുന്ന പ്രിസത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ അത് സപ്തവർണ്ണങ്ങളായി സപ്തമൂല്യങ്ങളുടെ ആധാരത്തിൽ ഈ ശരീരത്തിലെ വിവിധ സ്ഥാനങ്ങളെ സേവിക്കാൻ ആരംഭിക്കുകയാണ്. അതേ ഊർജം കൊണ്ട്, അതേ സ്വമാനം കൊണ്ട്, അഥവാ ഫർമേഷൻ കൊണ്ട് നമുക്ക് ആ ചക്രങ്ങളെ പൂർണ്ണ ശക്തിശാലിയാക്കാം. ധനവും പ്രസിദ്ധിയും സ്ഥാനമാനങ്ങളും ആരോഗ്യവുമെല്ലാം തന്നെ ചക്രങ്ങൾ പൂർണ്ണമായി ആക്റ്റീവായാൽ നിങ്ങളെ തേടി വന്നു ചേരുന്നതാണ്. പിന്നിൽ നിഴൽ പോലെ അത് പ്രകാശിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് സർവശക്തൻ്റെ കിരണങ്ങളാൽ, സർവഗുണസാഗരൻ്റെ പ്രകാശത്താൽ ചക്രങ്ങളെ ഊർജ്ജസ്വലരാക്കി മാറ്റാം. സർവശക്തിവാന്റെ പ്രകാശകിരണങ്ങൾ വെള്ളി വെളിച്ചമായി എൻ്റെ ശരീരത്തിലെ ശിരോചക്രത്തിൽ വന്നെത്തിച്ചേർന്നിരിക്കുന്നു. ഈ സ്ഥാനം ഞാൻ ആത്മ പ്രവേശിച്ച അതേ സ്ഥാനമാണ്. പതിയെ പതിയെ ആ പ്രകാശകിരണങ്ങൾ എൻ്റെ ആജ്ഞാചക്രത്തിൽ കടും നീലവർണ്ണത്തിലും, വിശുദ്ധ ചക്രത്തിൽ ഇളം നീല പ്രകാശ ഗോളം പോലെയായിരിക്കുന്നു. അനാഹത ചക്രത്തിലെത്തി പച്ച നിറത്തിൽ പ്രകാശപൂരിതമായിരിക്കുന്നു. നാഭീചക്രത്തിൽ സുവർണവർണ്ണത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാധിഷ്ഠാന ചക്രത്തിൽ ഓറഞ്ച് വർണ്ണത്തിൽ പ്രകാശിക്കുന്നു.
മൂലധാര ചക്രത്തിൽ ചുവന്ന വർണ്ണത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സർവശക്തിവാനായ ഈശ്വരന്റെ കിരണങ്ങൾ മൂലധാര ചക്രത്തെ ശുദ്ധവും ശക്തിശാലിയുമാക്കുന്നു. സർവശക്തിവാന്റെ കിരണങ്ങൾ മാസ്റ്റർ സർവശക്തിവാനായ എന്നിലൂടെ ഒഴുകി മൂലധാര ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നു. എൻ്റെ ആത്മ-ഊർജം ഈ ചക്രത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രമായി പ്രകാശപൂരിതമായി ഈ സ്ഥാനത്തെ ശക്തവും ശുദ്ധവുമാക്കിയിരിക്കുന്നു. പവിത്ര സൂര്യൻ്റെ ഓറഞ്ച് വർണ്ണത്തിലുള്ള പ്രകാശകിരണങ്ങൾ എൻ്റെ സ്വാധിഷ്ഠാന ചക്രത്തെ സ്പർശിച്ച് അതിനെ ശക്തിശാലിയാക്കുകയാണ്. എൻ്റെ എല്ലാ രചനാത്മകമായ വാസനകളും സംഗീതം, നൃത്തം മുതലായ സർവകലകളും എന്നിൽ ഉണരുന്നു. ഞാൻ മാസ്റ്റർ പവിത്ര സൂര്യനായി ഭ്രൂമധ്യത്തിൽ പ്രകാശിക്കുന്നു. സുഖസാഗരൻ്റെ സ്വർണ്ണവർണ്ണത്തിലുള്ള കിരണങ്ങൾ നാഭീചക്രത്തെ സ്പർശിച്ച് അതിനെ ശുദ്ധവും ശക്തിശാലിയുമാക്കുന്നു. എൻ്റെ ശരീരത്തിലെ ഡൈജഷൻ സിസ്റ്റവും അതിനനുബന്ധമായ എല്ലാ ഘടകങ്ങളും ഹെൽത്തിയും ആക്റ്റീവുമാകുന്നു. സുവർണ പ്രകാശകിരണങ്ങൾ എൻ്റെ ശരീരത്തിലെല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്നു. ഞാൻ മാസ്റ്റർ സുഖസാഗരനായി ഭ്രൂമധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു. ധനവും പ്രസിദ്ധിയും സ്ഥാനവുമെല്ലാം സുഖസാഗരൻ്റെ കിരണങ്ങളായി എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയുകയാണ്. സ്നേഹസാഗരൻ്റെ ഇളം പച്ചവർണ്ണത്തിലുള്ള പ്രകാശകിരണങ്ങൾ അനാഹത ചക്രത്തെ സ്പർശിക്കുന്നു. മോഹത്തിലേക്ക് മാറിയ സ്നേഹത്തെ അതിൻ്റെ ശുദ്ധഭാവത്തിലേക്ക് മാറ്റി ഈ ചക്രം ശക്തിശാലിയായി മാറിയിരിക്കുന്നു.
എൻ്റെ ഹൃദയവും ഈ വ്യൂഹത്തിലെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി ആരോഗ്യകരമായി മാറുന്നു. ഞാൻ മാസ്റ്റർ സ്നേഹസാഗരനായി ഭ്രൂമധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ഇളം പച്ചവർണം എൻ്റെ ശരീരമാകെ വ്യാപിച്ച് പ്രകാശപ്രകമ്പനങ്ങളായി പ്രപഞ്ചത്തിലേക്ക് പ്രവഹിക്കുന്നു. എൻ്റെ എല്ലാ ബന്ധങ്ങളും സുദൃഢവും ശക്തിശാലിയുമായി മാറുന്നു. ശാന്തി സാഗരൻ്റെ ഇളം നീല പ്രകാശകിരണങ്ങൾ വിശുദ്ധ ചക്രത്തെ ശാന്തവും ശക്തിശാലിയുമാക്കുകയാണ്. എൻ്റെ ശ്വസനേന്ദ്രിയ വ്യൂഹവും അതിനനുബന്ധമായ എല്ലാ ഇന്ദ്രിയങ്ങളും ശക്തിശാലിയായി മാറുന്നു. സുന്ദരമായ ശബ്ദവും ആകർഷകമായ പെരുമാറ്റവും എൻ്റെ ഉള്ളിൽ ഉണർന്നെഴുന്നേൽക്കുന്നു. ശാന്തമായ മനസ്സിൽ നിന്നും ക്രിയാത്മകമായ പുതിയ പല പദ്ധതികളും എനിക്ക് ടച്ചിങ് ആകുന്നു. ഞാൻ മാസ്റ്റർ ശാന്തി സാഗരനായി ഭ്രൂമധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനസൂര്യൻ്റെ കടും നീല പ്രകാശകിരണങ്ങൾ ആജ്ഞാചക്രത്തെ ശുദ്ധവും ശക്തിശാലിയുമാക്കുകയാണ്. ഈ സ്ഥാനം അത്യധികം ശക്തിശാലിയാകുന്നു. ജീവിതത്തിൽ എപ്പോഴും ഉന്മേഷവും ഉത്സാഹവും എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ആധാരമായി മാറുന്നു. എൻ്റെ മൂന്നാമത്തെ കണ്ണ് തീക്ഷ്ണമാകുന്നു. ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തെയും ഉൾക്കാഴ്ചയോടെ കണ്ട് പരിഹാരം കാണാനുള്ള കല എൻ്റെ ഉള്ളിൽ വികസിച്ചിരിക്കുന്നു. എല്ലാ കർമ്മങ്ങൾക്കും വേണ്ട ശക്തിയും ഐശ്വര്യവും എൻ്റെ ജീവിതത്തിൽ നിറയുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനായി ഭ്രൂമധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആനന്ദസാഗരൻ്റെ വയലറ്റ് വർണ്ണത്തിലുള്ള കിരണങ്ങൾ
എൻ്റെ സഹസ്രാര പത്മത്തെ ശുദ്ധമാക്കുകയാണ്. അനിർവചനീയമായ ഒരു ആനന്ദലഹരി ഞാൻ അനുഭവം ചെയ്യുന്നു. എൻ്റെ എല്ലാ ചക്രങ്ങളും ശുദ്ധവും ശക്തവുമായി മാറിയിരിക്കുന്നു. ശുഭകരമായ എല്ലാ പോസിറ്റീവ് എനർജിയും എൻ്റെ ഉള്ളിലേക്ക് ഒഴുകിയെത്തുകയാണ്. ജീവിതത്തിൽ സന്തോഷവും ധനവും ആരോഗ്യവുമെല്ലാം തന്നെ ഈശ്വരൻ്റെ വരദാനമായി എന്നിൽ നിറയുന്നു. എനിക്ക് ചുറ്റും സർവചക്രങ്ങളിലെയും പ്രകാശം ഒത്തുചേർന്ന് വെള്ളി വെളിച്ചത്തിൻ്റെ പ്രഭാമണ്ഡലമായിരിക്കുന്നു. ഒരു നെഗറ്റീവ് വൈബ്രേഷനും എന്നെ സ്പർശിക്കാൻ പോലും സാധ്യമല്ല. അഗ്നി പോലെ ശക്തമായ പ്രഭാമണ്ഡലത്തോടെ എല്ലാ ഗുണങ്ങളും ശക്തികളും ഉണർന്ന സദാ വിജയിയായ അഭൂതപൂർവമായ വ്യക്തിത്വം എന്നിൽ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. യെസ്, I am the successful person. I am the winner. I am the happiest one. I am the blessed one. Thanks God. Thanks universe. Om Shanti Shanti Shanti. ഓം ശാന്തി. ഇന്ന് നമ്മുടെ 21 ദിവസത്തിൻ്റെ മെഡിറ്റേഷൻ സെഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇതൊരു അവസാനമായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. ഇത് ജീവിതത്തിൻ്റെ വിജയഗാഥയുടെ തുടക്കമാണ്. എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നിങ്ങൾക്കിതുപോലെ ചക്രങ്ങളെ ചാർജ് ചെയ്യാൻ പറ്റിയാൽ ഒരു രീതിയിലും, അത് മറ്റുള്ളവരുടെ അസൂയയാവട്ടെ മറ്റേതെങ്കിലും രീതിയിലാവട്ടെ, ഒരു നെഗറ്റീവ് വൈബ്രേഷനും നിങ്ങളെ സ്പർശിക്കാൻ പോലും ആവില്ല. എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിരിക്കും, ഓൾവേസ് എനർജറ്റിക് ആയിരിക്കും. പുതിയ പുതിയ പ്ലാൻ നിങ്ങൾക്ക് ടച്ചാവും. മനസ്സിൽ സങ്കല്പിക്കുന്നതെല്ലാം സത്യമായി തീരാൻ തുടങ്ങും. ഒരു ബ്ലെസ്ഡ് ലൈഫ് അതെന്നും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നമ്മൾ ആരും തന്നെ ഈ ഭൂമിയിലേക്ക് വന്നത് സങ്കടപ്പെട്ട് ജീവിക്കാനല്ല, സന്തോഷിക്കാനാണ്, ആനന്ദിക്കാനാണ്, വിജയികളായി ജീവിക്കാനാണ്. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം ശാന്തി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.